നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ വീട്ടിൽ എന്തോ ഒരു അസ്വസ്ഥത, കാരണമില്ലാതെ പ്രശ്നങ്ങൾ, സന്തോഷമില്ലാത്തൊരു അന്തരീക്ഷം. ഇത് പലപ്പോഴും നെഗറ്റീവ് എനർജി കാരണം സംഭവിക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ വീട്ടിലെ നെഗറ്റീവ് എനർജി പൂർണ്ണമായി മാറാൻ സഹായിക്കുന്ന 10 ശക്തമായ മാർഗങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. ആദ്യമായി പറയാൻ പോകുന്നത് വീട്ടിലെ ശുചിത്വം. ഒരു വീട്ടിൽ ശുചിത്വമില്ലെങ്കിൽ അവിടെ നെഗറ്റീവ് എനർജി അടിഞ്ഞുകൂടും. ദിവസവും വീട് വൃത്തിയാക്കുക. പഴയ ഉപയോഗമില്ലാത്ത സാധനങ്ങൾ നീക്കം ചെയ്യുക. ശുദ്ധമായ വീട് പോസിറ്റീവ് എനർജിയെ ആകർഷിക്കും. രണ്ടാമതായി ദീപം തെളിയിക്കുക. വൈകുന്നേരം ഒരു ദീപം തെളിയിക്കുന്നത് വീട്ടിലെ നെഗറ്റീവ് എനർജിയെ മാറ്റാൻ സഹായിക്കും. പ്രത്യേകിച്ച് പൂജാമുറികളിൽ ദീപം തെളിയിക്കുക. ഇത് ആത്മീയമായ ശാന്തി നൽകും. മൂന്നാമതായി ധൂപം അല്ലെങ്കിൽ അഗർബത്തി ഉപയോഗിക്കുക. ധൂപം കത്തിക്കുന്നത് വീട്ടിലെ നെഗറ്റീവ് എനർജി നീക്കം ചെയ്യും. എല്ലാ മുറികളിലും ചുറ്റി കാണിക്കുക. നല്ല സുഗന്ധം മനസ്സിനെ ശാന്തമാക്കും. അടുത്തതായി ശബ്ദത്തിൻ്റെ ശക്തി. മന്ത്രങ്ങൾ, ഭക്തിഗാനങ്ങൾ എന്നിവ വീട്ടിലെ വൈബ്രേഷൻ മാറ്റുന്നു. ദിവസവും രാവിലെ ഭക്തിഗാനങ്ങൾ പ്ലേ ചെയ്യുക. മനസ്സിനും വീട്ടിനും ശാന്തി ലഭിക്കും. അടുത്തതായി ഉപ്പുവെള്ളം ഉപയോഗിക്കുക. ഉപ്പ് നെഗറ്റീവ് എനർജി ആകർഷിക്കും. വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് വീട് തുടയ്ക്കുക. ഒരു ബോളിൽ ഉപ്പ് വച്ച് കോണുകളിൽ വയ്ക്കാം. അടുത്തതായി പ്രകൃതി ദീപ്തി. സൂര്യപ്രകാശം വീട്ടിലോട്ട് വരുന്നത് നെഗറ്റീവ് എനർജി നീക്കം ചെയ്യും. ജനാലകൾ തുറന്നു വയ്ക്കുക. പ്രകൃതി ദീപ്തി വീട്ടിൽ എത്തിക്കുക. അടുത്തതായി തുളസിച്ചെടി. തുളസി ഒരു പവിത്രമായ ചെടിയാണ്. വീട്ടിൽ തുളസി വയ്ക്കുക. പോസിറ്റീവ് എനർജി വർദ്ധിക്കും. കണ്ണാടി ശരിയായ സ്ഥാനത്ത് വയ്ക്കുക. കണ്ണാടികൾ നെഗറ്റീവ് എനർജി പ്രതിഫലിപ്പിക്കും. കണ്ണാടി തെറ്റായ ദിശയിൽ വയ്ക്കരുത്. വൃത്തിയായി സൂക്ഷിക്കുക. അടുത്തതായി കുടുംബ സമാധാനം. വീട്ടിൽ തർക്കമുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി കൂടും. സ്നേഹത്തോടെ സംസാരിക്കുക. സമാധാനം നിലനിർത്തുക. അടുത്തതായി പ്രാർത്ഥന. പ്രാർത്ഥനയുടെ ശക്തി വളരെ വലിയതാണ്. ദിവസവും ദൈവത്തെ സ്മരിക്കുക. മനസ്സിന് സമാധാനവും പോസിറ്റീവ് എനർജിയും ലഭിക്കും. ഈ 10 കാര്യങ്ങൾ നിങ്ങൾ ദിവസവും ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി മാറി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയൂ.